ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമീൻ എന്ത് ചെയ്താലും, അതായത് വറുത്താലും കരിമീൻ പൊള്ളിച്ചാണെങ്കിലും കറിയാണെങ്കിലും എല്ലാം നമുക്ക് മലയാളികൾക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി കരിമീൻ കറി ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഈ മീനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വെട്ടി കഴുകിയൊക്കെ എടുക്കാം. ഇത് ഫുൾ മീൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വറുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട തേങ്ങ നമുക്ക് തിരുങ്ങി വറുത്തെടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വലിയ തേങ്ങ ആയിരുന്നു കേട്ടോ, ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ വേണ്ടി വരും. ഈ തേങ്ങ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ ഒരേ അളവിൽ വരും, അപ്പോൾ നമുക്ക് വറുത്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇതിലേക്ക് 2-3 ചുമന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഒരു ചെറിയ പീസ് പുളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. തേങ്ങ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി പൊടി ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനി ഇത് മീനിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീനിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ നമുക്ക് വേണ്ടി കറി ഉണ്ടാക്കുന്ന അമ്മയാണ് കേട്ടോ. ഇതിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്കത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും ഒരു 2 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വടക്കംപുളിയാണ് ചേർക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം തന്നെ തിളച്ചിട്ടുണ്ട്. ഇത് സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്തരച്ച കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.